സേവനം മാത്രം മുഖമുദ്രയാക്കി ജീവിതം നയിക്കുന്ന സമർപ്പണ സാധനയുടെ നേരടയാളമായ ജനകീയ നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് കൈപ്പാടയാളത്തെ കൂട്ടുചേരുന്നു. സ്വയം പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. നരേന്ദ്രമോദിക്ക് വേണ്ടി BJPയും RSSും അതുപോലെയുള്ള മറ്റ് വർഗീയ സംഘടനകളും അണിനിരന്നിരിക്കുന്നു. മറുഭാഗത്താണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരാശരും നിരാലംബരുമായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിനു വേണ്ടി, നമ്മൾ രാജ്യത്തെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു മഹാസഖ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. മോഡി ഭരണത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടായില്ല എന്നു മാത്രമല്ല, ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമാണ് ആ ഭരണത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കഴിഞ്ഞ 10 വർഷവും പറഞ്ഞു പറ്റിച്ച ഈ ഗവൺമെന്റിനെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ച ഈ ഗവൺമെന്റിനെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കർഷകർക്കെതിരെ നടത്തിയിട്ടുള്ള നരഹത്യക്കെതിരെ, അതുപോലെ മണിപ്പൂരിലും ത്രിപുരയിലും ഒക്കെ നടക്കുന്ന ലഹളകൾക്കെതിരെ ഒക്കെ ചിന്തിക്കുന്ന വിഭാഗം ഒന്നിച്ചിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ, ഈ ഭരണത്തെ താഴെയിറക്കണമെന്ന പ്രതിജ്ഞയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാഷ്ട്രീയമായ ഒരു വിഷയവും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്തെല്ലാം വിഷയങ്ങളുണ്ട്. കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ ലക്ഷക്കണക്കിനായ പട്ടിണി പാവങ്ങളെ ബാധിക്കുന്ന ഈ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 120 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഉത്സവമായി, മാമാങ്കമായി ലോകം വീക്ഷിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പ്രസംഗം പ്രധാനമന്ത്രിയിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നു, ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് ഈ പ്രധാനമന്ത്രി നടത്തണ്ടേ? എവിടെയെങ്കിലും പാർലമെന്റിൽ നമ്മുടെ പ്രധാനമന്ത്രി പോകാറില്ല, പ്രസംഗിക്കാറില്ല, പത്രക്കാരെ കാണാറില്ല, പത്രക്കാരോട് സംസാരിക്കാറില്ല. പിന്നെ എപ്പോഴാണ് പ്രധാനമന്ത്രി നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ടത്? 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ന് BJP അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പോലും നടത്തിയ ഒരു രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എന്താ അദ്ദേഹം പറഞ്ഞത്? 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഗതി മനസ്സിലായി. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഈസിയായി ജയിച്ചു പോകാൻ സാധിക്കുന്ന ഒരവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇന്ത്യയിലുള്ളത് എന്ന് മനസ്സിലാക്കിയ BJP അടവ് മാറ്റി പച്ചയായ അറുപ്പുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന വർഗീയതയാണ് ഈ രാജ്യത്ത് വിളമ്പുന്നത്. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഓരോ വോട്ടും അടുത്ത രാജ്യമായ പാകിസ്ഥാനിലെ പത്രം റിപ്പോർട്ട് ചെയ്തത് ഈ പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കണമെന്ന് അവിടുത്തെ കുറെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് പാകിസ്ഥാൻ പത്രം റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടില്ല? നമ്മളവിടെ പോയി എഴുതിച്ചതല്ലോ. നമ്മുടെ ശത്രു രാജ്യങ്ങളല്ലേ പാകിസ്ഥാനെ കാണുന്നത്. ആ പാകിസ്ഥാനിലെ ജനങ്ങൾ പറയുന്നു, നരേന്ദ്രമോദിയെ പോലൊരു ഭരണാധികാരി ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ എന്നവരാഗ്രഹിച്ചു എങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ പേര് യശസ് ഉയർത്തിയത് നരേന്ദ്രമോദിയല്ലേ? അതിന് ഒരുപാട് ചങ്ക വേണ്ടല്ലേ? ഒരൊറ്റ ചങ്ക മതി. 2 ചങ്കുള്ള നിങ്ങൾ CPM-കാർ കേരളം ഭരിക്കുമ്പോൾ എവിടെയെത്തി? പിച്ചത്തെത്തിയാൽ നടക്കേണ്ട ഗതികേട് ഓരോ
കോൺഗ്രസ് CPM കൂടെ എന്നിട്ട് നിങ്ങൾ ഒന്നിച്ചല്ലേ നരേന്ദ്രമോദിയെ നേരിടുന്നത്? എന്താ പറഞ്ഞേ? കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞ യുദ്ധം നടക്കാൻ പോകുമെന്ന്. രേവന്ത് റെഡ്ഡി തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞു, നോക്കൂ, നരേന്ദ്രമോദിയെ നേരിടുന്ന ചെറിയ കളിയല്ല, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു യുദ്ധം നടത്തേണ്ടി വരുമെന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയണമെങ്കിൽ നരേന്ദ്രമോദിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഏത് പാർട്ടിയാണ് അത് വളർത്തിയത്? ഈ രാജ്യത്തെ ജനങ്ങളല്ലേ? ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഭരണം നിർവഹിച്ചുകൊണ്ടല്ലേ? അല്ലാതെ രാഹുൽ ഗാന്ധി എന്തെങ്കിലും ചെയ്തിട്ടാണോ?